ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ പിറക്കുമ്പോൾ തന്നെ ക്രിസ്മസിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെയൊക്കെ ഉള്ളിൽ കയറിക്കൂടും. വീട്ടിലും പള്ളിയിലുമൊക്കെ ലോകരക്ഷകനായി പിറന്നു വീണ ഉണ്ണി യേശുവിനെ എങ്ങനെയാണ് വരവേൽക്കുന്നതിനെക്കുറിച്ച് മുതിർന്നവർ വളർന്നു വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. കുട്ടികൾ അത് വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ അതിയായ താല്പര്യാർത്ഥകയാകുകയും ചെയ്യുന്നു. നന്മപ്രവർത്തികളും പുണ്യപ്രവർത്തികളും സുഹൃതചകങ്ങളുമൊക്കെ കോർത്തിണക്കി ഉണ്ണി ഈശോയെ വരവേൽക്കാൻ കൊന്തമാലയും പൂമാലയും ഒക്കെയായി ഹൃദയത്തിൽ ഉണ്ണി ഈശോയെ സ്വീകരിക്കാൻ ഹൃദയം പുൽക്കൂടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന കാലമാണ് ക്രിസ്മസ്. ദൈവപുത്രസ്ഥാനം മാറ്റിവെച്ചിട്ട് അവിടുന്ന് കാലിത്തൊഴുത്ത് മുതൽ എളിമയും വിവേകവും നമുക്ക് പറഞ്ഞു തന്നു കൊണ്ടായിരുന്നു. നാം എങ്ങനെ അനുദിന ജീവിതത്തെ നയിക്കണമെന്നും നമുക്ക് അവിടുന്ന് കാണിച്ചു തരികയായിരുന്നു. അവിടുന്ന് തന്നെ ദ്രോഹിക്കുന്നവരെയും തന്നെ നശിപ്പിക്കുവാൻ നോക്കിയവരെയും ക്ഷമിച്ച് സ്നേഹിച്ച് പിതാവിൻ്റെ ഇഷ്ടം എങ്ങനെ നിറവേറ്റുമെന്ന് നമുക്ക് ജീവിതത്തിലൂടെ പറഞ്ഞു തരികയായിരുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ പൗലോസ് ലീഹ എഴുതി വെച്ചതുപോലെ ക്രിസ്മസിന് ഓരോ ദിവസവും ഉണ്ണീശോ നമ്മിൽ എത്രമാത്രം വലുതാകുന്നുവെന്ന് നമ്മുടെ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ മാറ്റുരച്ച് നോക്കിക്കൊണ്ടാണ്. ഈശോ എപ്പോഴും നമ്മെ ശ്രദ്ധിക്കുന്നുവെന്നൊരു ബോധ്യത്തോടെയും പ്രതീക്ഷയോടെയും നമുക്ക് മുന്നേറാം. ഏവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ.